അപ്പൊ സാറേ, ആ ഒരു മരിച്ചു പോയ ആൾക്കാരെ കാണാവുന്നുള്ള നമ്മളുടെ ഇടയിൽ തന്നെ ഉള്ള പല എനർജി ബോഡീസിനെയും കാണാവുന്നുള്ള മരിച്ചു പോയിട്ട് കാണാനുള്ള ഞാനിപ്പോ പറഞ്ഞല്ലോ, എന്റെ വീടിന്റെ മുമ്പിൽ വെച്ച് തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ വീടിന്റെ മുമ്പിൽ വെച്ച് തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നീട് എനിക്കൊരു സ്ഥാപനമുണ്ട് പത്തനാപുരത്ത്. അതിന്റെ മുമ്പിൽ കൂടെ പലരെയും പോയി കഴിയുമ്പോൾ അവർ കാണിക്കുന്ന വികൃതികൾ കൊണ്ട് അവരെ പറ്റി അന്വേഷിച്ചാൽ അവരെല്ലാം മരിച്ച. ഇപ്പൊ ഞാൻ അങ്ങനെ പോയി നിൽക്കാറില്ല, ആരോടും ഞാൻ നിൽക്കാറില്ല. ഇവര് കാണിക്കുന്ന ഈ വികൃതികൾ കാണുമ്പോൾ ഇവര് ജീവിച്ചിരിക്കുന്നവരല്ല എന്ന് തോന്നിയിട്ട് ഇവരെ പറ്റി അന്വേഷിക്കുമ്പോൾ ഇവരെല്ലാം മരിച്ചവരാണ്. അതായത് ഒന്നിൽ തൂങ്ങിച്ചത്തവരാണ്, അല്ലെങ്കിൽ സ്വാഭാവികമായ മരണത്തിൽ സംഭവിച്ചവരാണ്. കുറെ പേര് പലയിടത്തും വെച്ച് കണ്ടിട്ടുണ്ട്. അപ്പൊ ഇന്നിടത്തൊന്നും പറയാൻ പറ്റില്ല. ഏതാണ്ട് എനിക്ക് ചെറുപ്രായം മുതലേ എനിക്കിങ്ങനെ ഉള്ള ഒരു ESP, ഇങ്ങനെയുള്ള ഒരു എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ എനിക്ക് ഉള്ളതാണ്. കാലില്ലാത്ത ജീവികളെയാണ്. 1-2 കേസുകളൊക്കെ ഒന്ന് പറഞ്ഞു പോവാം. പിന്നെന്താ, ഞാന് ഒരു 3 വയസ്സൊക്കെ ഉള്ള സമയത്ത് സന്ധ്യയ്ക്ക് എന്റെ ചെറിയൊരു വീടാ, 2-3 മുറിയുള്ള ഒരു വീട്. അവിടെ ഞാനും അമ്മുമ്മയും അപ്പൂപ്പനും മാത്രമാണ് താമസിക്കുന്നത്. അപ്പോ അവിടെയാണ് ഞാൻ താമസിച്ചു. അപ്പൊ അവരുടെ സംരക്ഷണയിൽ ഞാൻ ഇങ്ങനെ കഴിയുമ്പോൾ സന്ധ്യാസമയത്ത് ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുന്നതിന്റെ മുമ്പില് കാലുകളില്ലാത്ത ഒരു സ്ത്രീയുടെയും പുരുഷന്റെയും രൂപം അവരുടെ ചേർന്നതാണ്. ശിവപാർവതി രൂപം പോലെ ഒട്ടിച്ച് ശിവശക്തി രൂപം എന്നൊരു രൂപം ഉണ്ടല്ലോ, ശിവനും പാർവതിയും ചേർന്നിരിക്കുന്ന രൂപം, അതുപോലെ ഒട്ടിച്ചു ചേർന്ന ഒരു രൂപം പ്രത്യക്ഷപ്പെടുമായിരുന്നു. അങ്ങനെ എനിക്ക് അന്നത്തെ ഇത് അത് ആ ഒട്ടിച്ചു ചേർന്ന ഒരു പുരുഷനും ഒരു സ്ത്രീയുമാണെന്നറിയാം. ചൈനീസിൽ യിങ് യാങ് ഇതാ ചൈനീസ് അല്ല, ഇത് 2 മനുഷ്യരാണ്. പക്ഷെ ഒന്ന് പുരുഷനും ഒന്ന് സ്ത്രീയുമാണ്. പക്ഷെ അരയ്ക്ക് താഴെ ഇല്ല, അരയ്ക്ക് താപ്പോട്ടില്ല. ഇവര് മേളിൽ നിന്ന് വരുമ്പോഴേ തന്നെ അരയ്ക്ക് താപ്പോട്ടില്ല. അവിടെ വന്നിട്ട് എന്റെ ഉദ്ദേശം ഇവരെ രണ്ടായിട്ട് തിരിക്കാൻ വേണ്ടി ഞാൻ ഇടയ്ക്കൂടെ ചാടുകയാണ്. അപ്പൊ ഇങ്ങനെ ഇടയ്ക്കൂടെ ചാടുന്ന കണ്ടിട്ട് അമ്മമ്മ വന്നിട്ട് എന്നെ അടിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് പിന്നീട് ഞാനിത് ഈ പരിപാടി സ്റ്റോപ്പ് ചെയ്തു. അപ്പൊ അന്ന് മുതലേ പക്ഷെ അതോട് കൂടി എനിക്ക് ചില അസുഖങ്ങൾ പിടിപെടാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ അസുഖങ്ങളൊക്കെ പിടിപെട്ട് എനിക്ക് ഇങ്ങനെയുള്ള ഒരു കഴിവ് പിന്നെ കുറഞ്ഞു എന്ന് തോന്നുന്നു. എന്നാലും കുറെ ദേവതകളെ പലയിടത്തും വെച്ച് കണ്ടിട്ടുണ്ട്. യക്ഷിയെ കണ്ടിട്ടുണ്ട്, പിന്നെ ദേവിയെ കണ്ടിട്ടുണ്ട്, പിന്നെ നമ്മുടെ ആന്ധ്രയിലെ ഒരു വലിയ ക്ഷേത്രം ഉണ്ടല്ലോ, തിരുപ്പതിയിലെ ഭഗവാനെ അവിടെ തിരുപ്പതി വെച്ച് തന്നെ ആ അമ്പലത്തിനകത്ത് വെച്ച് തന്നെ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ കുറെ അവിടെ ഇവിടെയൊക്കെ. ഈ മരിച്ചവരെ കണ്ടെന്ന് പറഞ്ഞില്ലേ, അത് എന്ത് കോണ്ടെക്സ്റ്റിലാണ് അത് കണ്ടുപോയത്? കാരണം ഒരു കോണ്ടെക്സ്റ്റ് ഇല്ല. ഞാൻ സീറോ മൈൻഡിൽ ഇങ്ങനെ നിൽക്കുമ്പോ ഒരാള് ദൂരെ നടന്നു വരുന്നു, അല്ലെങ്കിൽ ഒരാൾ എന്നെ ക്രോസ് ചെയ്തിട്ട് ഇയാൾ എന്നെ കണ്ടാൽ സാധാരണ ചോദിക്കുന്ന ചോദ്യമുണ്ട്. സാധാരണ ഇയാൾ കാശിന്റെ ചോദിക്കുന്നത്, വെള്ളമടിക്കാരനായിരിക്കാം ചിലത്, അല്ലെങ്കിൽ വേറെ ചായ കുടിക്കാനായിരിക്കും ചോദിക്കാൻ. അറിയാവുന്നവരെയായി കണ്ടിട്ടുള്ളത്, അറിയാൻ വയ്യാത്തവരെയും കണ്ടിട്ടുണ്ട്. ഒരു ബോഡി കണ്ടത് പോസ്റ്റ്മോർട്ടം ചെയ്ത മാർക്കുള്ള ഒരു ബോഡിയാ കണ്ടത്. അങ്ങനെയാണ് ഇത് ഡെവിളാണെന്ന് മനസ്സിലാകുകയും അവ അവിടെ ഉണ്ടായിരുന്ന ഈ ഓർത്തഡോക്സ് സഭയിലെ വലിയ തിരുമേനി എന്റെ അടുത്ത മുറിയിലായിരിക്കുന്നത്. അദ്ദേഹത്തോട് ചോദിച്ചു, ഇങ്ങനെ ഈ ഭാഗത്ത് ആരെങ്കിലും വിഷം കഴിച്ചോ, ആത്മഹത്യ ചെയ്തോ, എന്തെങ്കിലും അപകടമരണം ഉണ്ടായിട്ടുണ്ടോ? ഒരുത്തൻ വിഷം കഴിച്ച് മരിച്ചു, ഇപ്പൊ എത്ര ഹൈറ്റ് ഉണ്ടെന്നൊക്കെ ചോദിച്ചപ്പോ ഈ കണ്ട ആള് തന്നെയാണ്. അപ്പൊ ഇങ്ങനെ കുറെ അനുഭവങ്ങളുണ്ട്. അപ്പൊ എനിക്കിപ്പോ അത് പറയുമ്പോ എല്ലാം റെപ്പിറ്റീഷനാണ്, എല്ലാം ഒരുപോലൊക്കെ തന്നെ ഇരിക്കുകയാണ്. പിന്നെ കൊട കൈയുടെ ഈ കക്ഷത്തിൽ വെച്ചുകൊണ്ട് പോകുന്ന ഒരാള് സ്ഥിരമായിട്ടുണ്ടായിരുന്നു. അപ്പോ അയാള് എന്റെ സ്റ്റാഫിന്റെ അപ്പച്ചനാണ്. അപ്പോ ഇയാളെ കാണുമ്പോ ഇയാള് ക്രോസ് ചെയ്ത് ഇങ്ങനെ പോരുന്ന കാണുമ്പോ അയാളുടെ കയ്യിൽ കുടയുണ്ട്,
അപ്പൊ ഇയാള് മരിച്ചവർക്ക് എങ്ങനെ കുട വരിക, കക്ഷത്തി വെച്ചേക്കുന്ന കുട വരിക എന്നുള്ള ഒരു സാധ്യത ഇല്ലല്ലോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവരുടെ മക്കളെ കാണുമ്പോ അന്ന് തന്നെ കാണുമ്പോ ചോദിച്ചു, എന്തോ ഇവിടെ പോകുന്നു എന്ന് ചോദിച്ചപ്പോ ഇങ്ങനെ അപ്പച്ചൻ മരിച്ചു. അതെന്ന് മരിച്ചു? അപ്പച്ചൻ മരിച്ചിട്ട് ഇന്നിപ്പോ 4ാം വാർഷികമാണ്, ഞങ്ങള് അതിന് വീട്ടിലോട്ട് പോവുകയാണ്. ജസ്റ്റ് കണ്ടതേ ഉള്ളൂ ഞാൻ. അപ്പൊ ഈ കൊടയ്ക്കും പുനർജന്മം ഉണ്ടോ എന്നൊരു ചോദ്യം അവിടെ വരുന്നുണ്ട്. ഈ കൊടയ്ക്കും വസ്ത്രത്തിനും പുനർജന്മം ഉണ്ടോ എന്നൊരു ചോദ്യം വരുന്നുണ്ട്. പക്ഷെ ഞാൻ കേട്ടിട്ടുള്ള ഇതിലെല്ലാം ഇപ്പൊ എനിക്ക് തന്നെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അത് എന്തുവാണെന്ന് എനിക്കറിയത്തില്ല. അതിനകത്ത് ഈ പാല് പാത്രം ഉണ്ടല്ലോ, അത് ശരിക്കും മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സംഭവമാണ്. നമുക്ക് പറയാം മറ്റേത് വേറൊരു ബോഡിയാണ്, അല്ലെ വേറൊരു രൂപം ആണ്, റെംസ് ആണെന്നൊക്കെ പറയാം. പക്ഷെ ഈ പാലുപാത്രം എങ്ങനെ വന്നു അതൊരു മിസ്റ്ററിയാണ് എന്റെ കേസ്. അതെ അതെ, അത് ഈ പറഞ്ഞ പോലെ ഞാൻ ഈ പറഞ്ഞതിനകത്തെ കുട പോലെ തന്നെയാണ്, അല്ലെ? വസ്ത്രത്തിന് ഇവ കണ്ടിട്ടുള്ളവർക്കെല്ലാം വസ്ത്രമുണ്ട്. ഇതെന്താണ് ഇതിന്റെ പുറകിലുള്ള തത്വം എന്താണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ടൈം സ്ലിപ്പാണോ എന്ന് ഞാൻ സംശയിക്കുന്നു. ടൈം സ്ലിപ്പാണോ എന്ന് ഞാൻ സംശയിക്കുന്നു. എനർജിക് പ്രോസസ് ആണ് ശരിക്കും, ആയിരിക്കാം. പക്ഷെ എനർജി പ്രോസസ് ആണെങ്കിൽ ഈ കൊടയ്ക്കൊക്കെ പുനർജന്മം എങ്ങനെ ഉണ്ടായി? ഈ കൊടയ്ക്ക് എങ്ങനെ പുനർജന്മം ഉണ്ടായി? കൊടയാണ് കക്ഷത്തിൽ. സാറേ, ഇപ്പൊ സിദ്ധന്മാര് മാനിഫെസ്റ്റ് ചെയ്തെടുക്കത്തില്ലേ കാര്യങ്ങളൊക്കെ? ചിലപ്പോ അങ്ങനെ ആയിരിക്കാം, എന്തോ അറിയില്ല. ഇതിനൊന്നും ഉത്തരം പറയാൻ പറ്റില്ല. സ്പിരിച്വാലിറ്റിയിൽ മാനിഫെസ്റ്റേഷൻ പ്രോസസ് ഉണ്ട്. എനിക്കറിയാവുന്ന ഒരുപാട് സിദ്ധന്മാരുണ്ട്, പല കാര്യങ്ങളും പൈസ വരെ മാനിഫെസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന. നമ്മുടെ ഇവിടുത്തെ ഇദ്ദേഹം ഉണ്ടായിരുന്നല്ലോ, നമ്മുടെ ആന്ധ്രയിലെ സത്യസായി ബാബ. അദ്ദേഹം ഏത് മാനിഫെസ്റ്റ് ചെയ്യുമായിരുന്നു കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വല്ലതും ഇവർക്കും ആ കഴിവുണ്ടോന്ന് അറിയത്തില്ല ഈ കാണുന്ന പ്രയോഗത്തിന്. എന്തായാലും ഞാൻ കണ്ട പ്രയോഗത്തിന് നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുടയുണ്ടല്ലോ, മടക്കി വെച്ചേക്കുന്ന കുട, ആ കുട ഇടത്തെ കക്ഷത്തിൽ. അയാള് ജീവിച്ചിരിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് നടക്കുന്നത് എപ്പോഴും. അങ്ങനത്തെ ഒരുപാട് കേസുകൾ എനിക്കറിയാം. എനിക്ക് പേഴ്സണൽ ആയിട്ട് അറിയാം, എനിക്ക് പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൂടാതെ അപ്പൊ ഈ സെയിം ഫേസ് ഉള്ള ആൾക്കാര് പല പല റെംസുകളിൽ ജീവിച്ചിരിക്കുന്നു എന്ന് ഇങ്ങനെ ഒരു പറച്ചിലുണ്ട്. അത് വെസ്റ്റിലാണ്. അത് ആ ഒരു വിശ്വാസമോ അന്ധവിശ്വാസമോ വാട്ട് എവർ യു കോൾ ഇറ്റ്, അത് വെസ്റ്റിൽ അത് കൂടുതലാണ്. അതായത് 7 ഫേസ്, നമ്മളെപ്പോലെ ഇരിക്കുന്ന 7 ആൾക്കാർ ലോകത്തിന്റെ പല ഭാഗങ്ങളിലോ അല്ലെ പല പോർട്ടലിലായിട്ട് പല റെംസിലായിട്ട് ജീവിച്ചിരിക്കുന്നു എന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിനെപ്പറ്റി സാർ ചിന്തിച്ചിട്ടുണ്ടോ? അല്ല, അത് 2 വിധത്തിൽ പറയാറുണ്ട്. അത് ഒന്ന്, നമ്മുടെ ഈ തലത്തിൽ തന്നെ, ഈ റലത്തിൽ തന്നെ 7 ഭാഗത്തായിട്ട് ജീവിച്ചിരിക്കുന്നു. ഇനി അത് വേറൊരു വിധത്തിൽ പറയാറുണ്ട്. അതായത് ബ്ലാക്ക് മാറ്ററിലാണ് നമ്മളുടെ യഥാർത്ഥ ജീവിതം നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ വെറും ഒരു ഇമേജ് ആണ് നമ്മൾ. ബ്ലാക്ക് മാറ്റർ എന്താണ് ആക്ച്വലി? ബ്ലാക്ക് മാറ്റർ എന്ന് പറയുന്നത് ഈ പ്രകാശം, ഈ നമ്മൾ അറിയപ്പെടുന്ന നോൺ ലൈറ്റുകൾ പുറത്ത് കടത്താതെ അത് അബ്സോർവ് ചെയ്യുന്ന ഏതോ ഒരു പദാർത്ഥം. അതിന്റെ മോളിക്കുലാർ വേർഡ് എനിക്കറിയാമായിരുന്നു, മറന്നുപോയി ഇപ്പൊ. അതിന്റെ മോളിക്കുലാർ ഇതും 13ാമത്തെ പാർട്ടിക്കിളായിട്ട് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. അതിന്റെ 13ാമത്തെ പാർട്ടിക്കിളായിട്ട്, അതായത് ആകെ 13 പാർട്ടിക്കിളാണ്. അതിൽ 12ാമത്തെ പാർട്ടിക്കിൾ വരെ നമ്മുടെ ഈ പ്രപഞ്ചത്തിലുള്ളതാണ്. പക്ഷെ 13ാമത്തെ പാർട്ടിക്കിള് ഈ പറയുന്ന ബ്ലാക്ക് മാറ്ററുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതിന്റെ പേര് ഞാനിപ്പോ ഓർക്കുന്നില്ല. അപ്പൊ ഈ ബ്ലാക്ക് മാറ്ററും ബ്ലാക്ക് ഹോളും രണ്ടും രണ്ടാണോ? ബ്ലാക്ക് മാറ്റർ എന്ന് പറയുന്നത് ബ്ലാക്ക് ഹോൾ അല്ല. ബ്ലാക്ക് ഹോൾ എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചത്തിൽ തന്നെ സൂര്യനെ പോലുള്ള വലിയ വലിയ നക്ഷത്രങ്ങൾ എരിഞ്ഞടങ്ങി അവസാനം അതിന്റെ ഗ്രാവിറ്റേഷൻ വർദ്ധിക്കുകയും അതിന്റെ രൂപഘടന ചെറുതാകുകയും ചെയ്തിട്ട് അതിന്റെ അടുത്തൂടെ പോകുന്ന എല്ലാ ലൈറ്റ് ഉൾപ്പെടെയുള്ള എല്ലാ വസ്തുക്കളെയും ആകർഷിക്കുന്ന ഒരു സാധനമാണ് ഈ ബ്ലാക്ക് ഹോൾ. ബ്ലാക്ക് മാറ്റർ എന്ന് പറയുന്നത്
ഉം. വസ്തു വസ്തുക്കളെ, പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളെയും, അതായത് ഉം. എല്ലാ നക്ഷത്രങ്ങളെയും അല്ലെങ്കിൽ എല്ലാ ഗ്രഹങ്ങളെയും പിടിച്ചു നിർത്തിയിരിക്കുന്ന ഒരു ദൃശ്യമല്ലാത്ത ഒരു മാറ്ററാണ്. ഒരു സൈലന്റ് ആയിട്ടുള്ള ദൃശ്യമല്ലാത്ത ഒരു വിസിബിൾ മാറ്റർ അല്ല. വിസിബിൾ മാറ്റർ അല്ല എന്ന് മാത്രമേ ഉള്ളൂ. ഒരു സൈലന്റ് ആണ്. അതിന്റെ വിസിബിൾ മാറ്റർ അല്ല. ഈ പ്രപഞ്ചത്തെ പിടിച്ചു നിർത്തുന്നത് ഈ വിസിബിൾ മാറ്റർ അല്ലാത്ത ഈ ബ്ലാക്ക് മാറ്റർ ആണ്. ബ്ലാക്ക് മാറ്ററും ഉണ്ട്, ബ്ലാക്ക് എനർജിയും ഉണ്ട്. ബ്ലാക്ക് എനർജി റിപ്പൽ ചെയ്തുകൊണ്ടിരിക്കുന്നു, ബ്ലാക്ക് മാറ്റർ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ നമുക്ക് ഇപ്പൊ സൂര്യൻ തന്നെ, സൂര്യനിലില്ല എന്നാ പറയുന്നത്. സൂര്യനിലുള്ള ചുറ്റുമുള്ള നവഗ്രഹങ്ങളിലും ഈ ബ്ലാക്ക് മാറ്ററിന്റെ പ്രസൻസ് ഇല്ല എന്നാണ് പറയുന്നത്. എന്നാൽ മറ്റു നക്ഷത്രങ്ങളില് ബ്ലാക്ക് മാറ്റർ ആണ് അതിനെ എത്ര ദൂരെയുള്ള നക്ഷത്രങ്ങൾ, എത്ര ദൂരെയുള്ള ഗ്രഹങ്ങളെ ആയാൽ പോലും ഒരേപോലെ റൗണ്ട് ചെയ്യിക്കുന്നതും ഒരു വ്യത്യാസമില്ലാതെ കൊണ്ടുപോകുന്നതും. അപ്പൊ നമ്മളുടെ ഈ സൗരയൂഥത്തിൽ തന്നെ ഈ നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ എന്ന് പറയുന്ന രണ്ട് ഗ്രഹങ്ങളുണ്ട്. അപ്പൊ അവരെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് ബ്ലാക്ക് മാറ്റർ ആണെന്നാണ് പറയുന്നത്. അവരെ പിടിച്ചു നിർത്തിയിരിക്കും ബ്ലാക്ക് മാറ്റർ ആണ്. അപ്പൊ ഇവിടെ ബ്ലാക്ക് മാറ്റർ ഇല്ല എന്ന് പറയാൻ കാരണം, സൂര്യന് ചുറ്റും കറങ്ങുന്ന ഭൂമിക്ക് ഒരു 365 കാൽ ദിവസം കൊണ്ട് റൗണ്ട് ചെയ്യാം. അപ്പുറത്ത് വ്യാഴത്തിന് 1 വർഷം കൊണ്ട് റൗണ്ട് ചെയ്യാം. അപ്പൊ ഈ ശനിക്ക് 2.5 വർഷം കൊണ്ട് റൗണ്ട് ചെയ്യാം. ഇവിടെ ബ്ലാക്ക് മാറ്റർ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാ ഗ്രഹങ്ങളും ഒരുപോലെ റൗണ്ട് ചെയ്യാൻ പറ്റുമോ? ഇവിടെ ബ്ലാക്ക് മാറ്റർ ഇല്ല എന്ന് പറയാൻ കാരണം, ഇതിന് ഓരോ ഗ്രഹങ്ങൾക്കും സെപ്പറേറ്റ് ആയിട്ട് ഒരു വലയം ചെയ്യാനുള്ള ഒരു പീരീഡ് ഉള്ളത് കൊണ്ടാണ്. എന്നാൽ ചില ഈ നക്ഷത്ര സമൂഹങ്ങളിൽ എല്ലാ നക്ഷത്രങ്ങളും എത്ര ദൂരെയാണെങ്കിലും ഒരുപോലെ റൗണ്ട് ചെയ്യും. എത്ര ദൂരെയാണെങ്കിലും ഒരുപോലെ റൗണ്ട് ചെയ്യുന്നത് ബ്ലാക്ക് മാറ്ററിന്റെ പ്രസൻസ് ആണെന്നാണ് പറയുന്നത്. ഇതുകൊണ്ടാണ് നമ്മളുടെ ഈ യൂണിവേഴ്സ് അല്ല, നമ്മളുടെ ഈ സൺ ഉൾപ്പെടുന്ന സണ്ണിന്റെ ഈ ഗാലക്സിയിലല്ല, സണ്ണിന്റെ ഈ സൗരയൂഥത്തില് ബ്ലാക്ക് മാറ്റർ ഇല്ല എന്ന് പറയുന്നു. ഇങ്ങനെ എല്ലാം പല രൂപത്തിലല്ലേ റൗണ്ട് ചെയ്യുന്നത്. ഇപ്പോ ഭൂമിയാണെങ്കിൽ 365 ദിവസം കൊണ്ടാണ് സൂര്യനെ റൗണ്ട് ചെയ്യുന്നത്. ബുധന് ഓരോന്നിനും ഓരോ കാലയളവാണ്. ശനി 2.5 വർഷം എടുക്കും സൂര്യനെ റൗണ്ട് ചെയ്യാൻ. ഇവിടെ ബ്ലാക്ക് മാറ്റർ ഉണ്ടായിരുന്നെങ്കിൽ ഒരേ കാലയളവിലെ ഈ 9 ഗ്രഹങ്ങളും സൂര്യനെ റൗണ്ട് ചെയ്തു. മനസ്സിലായി സാറേ. ഞാനത് ചോദിക്കാൻ കാരണം, ഞാൻ ഒരാളെ ഇതിനു മുമ്പ് ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട് 1 വർഷം മുമ്പ്. പുള്ളി അമേരിക്കക്കാരനാണ്. അപ്പൊ പുള്ളി ഈ മരിച്ചു കഴിഞ്ഞിട്ട് പുള്ളി ഈ സ്ഥലത്ത് പോയതായിട്ടാണ് പുള്ളി പറയുന്നത്. ഇപ്പോഴും ഇന്റർവ്യൂ ഈ ചാനൽ കിടക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം ഡ്രഗ് ഓവർഡോസ് ആയി പുള്ളി എക്സിറ്റ് ആയി, ബോഡിയിൽ നിന്ന് എക്സിറ്റ് ആയി നേരെ ചെല്ലുന്നത് ഇങ്ങനെ ഒരു ഡാർക്ക് മാറ്ററിലേക്കാണ്. ആ ഡാർക്ക് മാറ്ററിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഒന്നും കുറ്റക്കൂഴിട്ടാണ്, സൈലന്റുമാണ്. അത് ഡെഡ് സൈലന്റ്, നമ്മളെ പേടിപ്പിക്കുന്ന രീതിയിലുള്ള സൈലൻസ് ആണ് അവിടെ ഉള്ളത്. ഈശാവാസ്യ ഉപനിഷത്തിൽ പറഞ്ഞിട്ടുണ്ട്, അന്ധം തമ പ്രവിശന്തി യോ അവിദ്യാം ഉപാസതേ, അടുത്ത അന്ധതയിലേക്ക് കടക്കും അവിദ്യ ഉപാസിക്കുന്നവർ എന്ന് ഈശാവാസ്യ ഉപനിഷത്തിൽ പറഞ്ഞിട്ടുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പക്ഷെ പുള്ളി ആരോ സപ്പോർട്ട് ചെയ്ത് നിർത്തുന്നുണ്ട്. അതാരാന്നൊന്നും അറിയില്ല. സപ്പോർട്ട് ചെയ്ത് നിർത്തി കുറച്ചു നേരം ഇങ്ങനെ 2 സൈഡിൽ നിന്ന് ആൾക്കാർ സപ്പോർട്ട് ചെയ്ത് നിർത്തുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു, നിന്റെ സമയമായില്ല, തിരിച്ചു പോകാൻ പറഞ്ഞു. തിരിച്ചു പോരാൻ പറഞ്ഞു. അത് ശരി. അങ്ങനെ പുള്ളി തിരിച്ചു വന്ന് കയറി 2.5 മണിക്കൂറിനുള്ളിൽ തിരിച്ചു കയറി. പുള്ളി നല്ല രീതിയിൽ, ഞാനത് പുള്ളിയെ ഇന്റർവ്യൂ ചെയ്തായിരുന്നു, ഇതിനകത്ത് കിടപ്പുണ്ട് അതിന്റെ. അപ്പോ ഈ ആഫ്റ്റർ ലൈഫ് എന്ന് പറയുന്നത് സാറേ പല രീതിയിലാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പല ഏരിയയിലും പല ആൾക്കാർക്ക് പല ഇതാണ്. എന്റെ അനുഭവത്തിൽ തന്നെ എനിക്ക് 2-3 നിയർ ഡെത്ത് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. എന്റെ ഒന്ന് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു മൂകാംബിക പോയിട്ട് വന്ന് ഇതായിപ്പോയി. അത് ഒന്നും അറിയത്തില്ല, ബ്ലൈൻഡ്, അങ്ങനെ ഒന്നും കാണാത്ത രൂപത്തിലേക്ക് പോയി. എന്റെ മസിലൊക്കെ ഇതായി പോയി. മറ്റൊന്ന് 5 മണിക്ക് എണ്ണിട്ട് 5 മണിക്ക് വെളുപ്പാങ്കാലത്ത്
5 മണിക്ക് എണീറ്റ് ടോയ്ലറ്റിൽ പോയപ്പോ ഒരു ക്ഷീണം ഒന്ന് കിടക്കാമെന്ന് വിചാരിച്ചിട്ട് പോയി കിടന്നപ്പോ ശരീരം പുറകോട്ട് വീണു. ശരീരം പോലെ വേറൊരു സാധനം മുന്നോട്ട് ഉയർന്നു പോയി. അത്ര സ്പീഡിയല്ല, എന്നാലും ഒരു ബലൂൺ, ഹൈഡ്രജൻ നിറച്ച ഒരു ബലൂൺ പോകുന്ന പോലെ ഇതങ്ങ് ഉയർന്നൊരു 2-3 നില ഉയരം വരെ പോയി കഴിഞ്ഞ ശേഷം എന്തോ എനിക്ക് തോന്നുന്നു നമ്മളുമായിട്ടൊരു സിൽവർ കോഡ് ബന്ധം ഉണ്ടാകും. ആ സിൽവർ കോഡ് പുക്കളുമായിട്ട് മറ്റുമാണ് ബന്ധിച്ചിരിക്കുന്നു പറയും. ആ സിൽവർ കോഡ് ബന്ധമുള്ളത് കൊണ്ടാകും വീണ്ടും താപ്പോട്ട് വന്ന് ആ ശരീരത്തിൽ കയറി. അത് നമുക്കതൊരു സംശയം ഉണ്ടാകും, ഇങ്ങനെ എന്റെ ബോഡിയല്ലേ കിടക്കുന്നത് എന്ന് ഒരു സംശയം ഉണ്ടായിട്ട് നമ്മൾ പെട്ടെന്ന് ഒരു അങ്കലാപ്പ് ഉണ്ടാകുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ പെട്ടെന്ന് ഈ ബോഡിയിലേക്ക് വന്ന് കയറുന്നത്. അത് ഈ പരകായ പ്രവേശം സിദ്ധ ട്രഡീഷണൽ അതിന്റെ ഒരു പ്രാക്ടിക്കൽ സൈഡാണ് പരകായ പ്രവേശം. അതിന്റെ ഒരു പ്രാക്ടിക്കൽ സൈഡാണ് പരകായ പ്രവേശം. ഇതിനകത്ത് ഓരോന്നിനെയും നമുക്ക് പ്രാക്ടിക്കലായിട്ട് നമ്മളുടെ സൗകര്യമുള്ളപ്പോൾ ചെയ്യത്തക്ക രൂപത്തിലാക്കിയെടുക്കാൻ പറ്റും. അതാണ് ഈ യോഗികളൊക്കെ ചെയ്യുന്നത്, ആക്കിയെടുക്കാൻ പറ്റും. ഇപ്പൊ തന്നെ ശിവപ്രഭാകര സിദ്ധയോഗി 18 ശരീരങ്ങളിലങ്ങാണ്ട് കയറിയിട്ടുണ്ടെന്ന് പറയുന്നു. ഇപ്പൊ 19ാമത്തെ ശരീരത്തിൽ കയറിയിരിക്കും. ഇപ്പോഴും പുള്ളി അപ്പൊ സമാധിയായിട്ടില്ല? ഇല്ല, സമാധിയായി, പത്തനംതിട്ട സമാധിയായി. പക്ഷെ ഇപ്പൊ അറിയപ്പെടുന്ന അദ്ദേഹം തിരുനെൽവേലിയില് 19ാമത്തെ ശരീരത്തിലുണ്ടെന്നാണ് പറയുന്നത്. തിരുനെൽവേലിയില് അദ്ദേഹത്തിനെ ആരാധിക്കുന്ന ഒരുപാട് തമിഴ് സിദ്ധന്മാരുണ്ട്. അപ്പോ അവര് പറയുന്നത് റഷ്യയുണ്ട്, ഫ്രാൻസ്, പലയിടത്തുനിന്നും അദ്ദേഹത്തെ ആരാധിക്കുന്നു. അപ്പൊ അവര് പറയുന്നത് തിരുനെൽവേലി അദ്ദേഹമുണ്ട്, അദ്ദേഹത്തിന്റെ 19ാമത്തെ ശരീരമാണ് എന്ന്. പവർഫുൾ ആണ് സാറേ, എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ. അത് ശരി. എനിക്ക് അങ്ങനെയുള്ള ആൾക്കാരുടെയൊക്കെ ഒരു പിക്ചർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ദിവ്യജ്ഞനായിട്ടുള്ള ഒരാളെ കാണുമ്പോൾ അറിയാൻ പറ്റും, എനർജി സെൻസ് ചെയ്യാൻ പറ്റും. എനിക്ക് ആ ഒരു പവർ ഒന്നുമില്ല. നമുക്ക് ഇപ്പൊ ശബരിമലയിൽ പോയി നിൽക്കുവാണെന്നുണ്ടെങ്കിലും നമുക്ക് ആ ഒരു വിഗ്രഹത്തിന്റെ ഫ്രണ്ട് നിൽക്കുമ്പോൾ ആ ഒരു എനർജി നമുക്ക് ഫീൽ ചെയ്യും, ഇടിക്കും ഇങ്ങനെ വന്നിട്ട്. അങ്ങനെ ഒരു എനിക്കങ്ങനെ ഫീലിംഗ് ഇതുവരെ ഉണ്ടായിട്ടില്ല, എനിക്കൊട്ട് അറിയില്ല. അങ്ങനെ അപൂർവം ചിലരെ കണ്ടിട്ടുണ്ട്, ചിലര് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു ഇതുണ്ടെന്ന്. തേടൈ ഉള്ളവർക്കാണ് അത് കൂടുതലും സെൻസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതായത് ആജ്ഞാചക്രം തെളിഞ്ഞവർ. എനിക്കങ്ങനെ ആജ്ഞാചക്രം ഇതുവരെ തെളിഞ്ഞതായിട്ട് അറിയില്ല, എനിക്കതുകൊണ്ട് ഫീലും ചെയ്തിട്ടില്ല. അതൊക്കെ നമുക്ക് അതിനെ ഡെവലപ്പ് ചെയ്തെടുക്കാവുന്നതാണ്, അങ്ങനെ ഉള്ളവർക്ക് ഇൻറ്റ്യൂട്ടീവ് കപ്പാസിറ്റി ഒക്കെ അല്ലേ? അതെ അതെ അതെ. എന്റെ അടുക്ക് ചെറുപ്പത്തിലൊക്കെ ഒരുപാട് ഇതുപോലെ സിദ്ധന്മാരായിട്ടുള്ള ആൾക്കാർ വന്ന് പല ഹിന്ദുകൾ പറഞ്ഞിട്ടുണ്ട്, പല ഹിന്ദുകൾ. അതിലൊന്നാണ് ഇത് 2001 ഞാനിങ്ങനെ ഒരു ആസ്ട്രോളജർ ആണെന്നാണ് പറഞ്ഞിട്ടാണ് ഞാൻ പുള്ളിയെ കാണാൻ പോകുന്നത്. അതൊരു ഈ കല്ല് വാങ്ങിക്കുമ്പോ ബാംഗ്ലൂരിലൊക്കെ കല്ല് വാങ്ങിക്കുമ്പോ ആദ്യം ആസ്ട്രോളജറിനെ കണ്ട് അതൊക്കെ കണ്ടുപിടിക്കുന്നത്. അങ്ങനെ പുള്ളിയെ പോയി കണ്ടപ്പോഴാണ് പുള്ളി ഒരു സിദ്ധനാണെന്ന് മനസ്സിലാവുന്നത്. പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു, ഇങ്ങനെ രാവിലെ എഴുന്നേറ്റിട്ട് ഇങ്ങനെ സൺഗേസ് ചെയ്യുന്ന ഒരു ടെക്നിക്ക് പറഞ്ഞു. സൺഗേസ് ചെയ്യുന്ന ഒരു ടെക്നിക്ക്. അപ്പൊ അത് ഞാൻ ആരും അറിയാതെ സമയം ചെയ്യുമായിരുന്നു. അതിന് ഭയങ്കര പവറാണ്, അതിന് ഭയങ്കര പവറുണ്ട്. ഞാൻ ചെയ്തിട്ടില്ല. വിധത്തിലുള്ള ത്രാടകങ്ങളുണ്ട്, പല വിധത്തിലുള്ള ത്രാടകങ്ങളുണ്ട്. എല്ലാ ത്രാടകത്തിനും നല്ല എഫക്റ്റ് ആണ്. അപ്പോൾ ഒരു ദുർദേവതയും ഒരു നല്ലൊരു ദേവതയും തമ്മിൽ എങ്ങനെ ഒരു ഡിഫറൻസ് നമുക്ക് അറിയാൻ പറ്റും? നമ്മളിപ്പോ ഒരു എനർജി ഇന്റർവെൻഷൻ നടക്കുകയാണ്. അതിപ്പോ ഒരു സിദ്ധനായിരിക്കാം, ചിലപ്പോൾ ഒരു പ്രേതമായിരിക്കാം, ചിലപ്പോൾ ഒരു ഭയങ്കര ഫെറോഷ്യസ് ആയിട്ടുള്ള നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന ഒരു എനർജി ആയിരിക്കാം. അതെങ്ങനെ നമുക്ക് പെട്ടെന്നത് മനസ്സിലാക്കാൻ പറ്റും ഒരാളെ കാണും? ചില ആൾക്കാർ ഈ പറയുന്ന പോലെ തന്നെ മറ്റൊരാളുടെ ജീവിച്ചിരിക്കുന്ന ഒരാളുടെ ഇതിലൊക്കെ വന്നെന്നിരിക്കാം നമ്മളുടെ ഫ്രണ്ടിൽ. അതിപ്പോ ദേവതയും വരാം. ഞാൻ ഈ പല തലങ്ങളിലുള്ള ഈ ആത്മാക്കളെ കണ്ടിട്ടുണ്ട്. ദേവതകളായാലും പല പ്രേതങ്ങളായാലും ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതുവരെ ഇവർ തമ്മിലുള്ള ഡിഫറൻസിയേഷൻ എന്താണെന്ന് എനിക്ക് പറയാൻ അറിയില്ല.
ഉം, ഉം, ഇവര് തമ്മിലെന്താ, ഇപ്പൊ ഇവര് ഒരു പ്രേതമാണ് ആണെങ്കിൽ ഇവര് എന്താണ് ഒരു സ്പെഷ്യൽ എനിക്കറിയില്ല. ഉം, ഉം, എനിക്കറിയില്ല, എനിക്കത് തിരിച്ചറിയാൻ ഡിഫറൻസിയേഷൻ അറിയില്ല ഇവര് തമ്മിൽ എന്തായിരിക്കും. ഉം, പിന്നെ വേണമെങ്കിൽ നമുക്ക് ഒരുപക്ഷെ നമ്മളുടെ ഷടാധാരങ്ങളിൽ മോശപ്പെട്ട സ്പന്ദനങ്ങൾ ഉണ്ടാകുമായിരിക്കാം ഈ മോശപ്പെട്ട ദേവതകൾ. ഉം, ഗുഡ് ദേവതകളാണെങ്കിൽ അവിടെ ഗ്ലെയർനെസ്സോ അല്ലെങ്കിൽ ലൈറ്റോ ഒക്കെ കാണുമായിരിക്കാം. എന്തായാലും എനിക്ക് അതിനെപ്പറ്റി അറിയില്ല, ഇവരെ തിരിച്ചറിയാൻ എനിക്കറിയില്ല. എനിക്കല്ല, എന്നെ സംബന്ധിച്ച് ഇവരെല്ലാം ഗുഡ് ദേവതകളാണ് ഈ മോശമായാലും. കാരണം ആരും എന്നെ ഉപദ്രവിച്ചിട്ടില്ല, ആരും എന്നോട് എനിക്കൊരു ദോഷമാകുന്ന രൂപത്തിലില്ലാത്തതുകൊണ്ട് എനിക്ക് ഇവരെ വിട്ട് തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല. മനുഷ്യനാണ് ദുർദേവതയെന്ന് തോന്നുന്നു. ഈ ദേവതകളെല്ലാം മാനിപ്പുലേറ്റ് ചെയ്ത് അതൊരു മോശത്തിലേക്ക് ഇത് ചെയ്യുന്നത്. അതെ, മനുഷ്യനാണ് ജീവിച്ചിരിക്കെ ബാഡ് എനർജിയെ ഉണ്ടാക്കിയിട്ട് ആ ബാഡ് എനർജി മനുഷ്യനിലേക്ക് പുഷ് ചെയ്ത് ഇഞ്ചെക്ട് ചെയ്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അല്ലാതെ ഇവരിങ്ങനെ ഈ സൂക്ഷ്മമായി നടക്കുന്ന ആരെങ്കിലും മനുഷ്യന് പ്രശ്നം ഉണ്ടാക്കുമെന്ന് എനിക്കറിയില്ല. എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല, ആരും എനിക്ക് പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല, ആരും എനിക്ക് ഇതുവരെ പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് ഒരു ദുർദേവത ഏതാണ് സദ്ദേവത ഏതാണെന്ന് എനിക്കറിയില്ല. ശരി. അപ്പോ എനിക്കിപ്പോ അതിനകത്ത് ഒത്തിരി അതിനെപ്പറ്റിയൊക്കെ ചോദിക്കണമെന്നുണ്ട്. അത് നമുക്ക് സെപ്പറേറ്റ് ഒരു എപ്പിസോഡ് ചെയ്യാനേ പറ്റുള്ളൂ. ഇനിയിപ്പോ ഇതിന്റെ ബാക്കിയായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റില്ല. ഈ ചങ്കാള, മാടൻ, ചാത്തൻ, പ്രേതം, ഒടിയൻ, അത് ഒരു മാടന്റെ ഒരു കഥ ഞാൻ പറഞ്ഞില്ലായിരുന്നു. ഒരു മാടന്റെ കഥ ഞാൻ ഓടിച്ച കഥ പറഞ്ഞില്ല അല്ലേ? ഇല്ല. 35 വർഷം മുമ്പ് ഞാൻ ഈ ഇരിക്കുന്നതിന്റെ ഒരു 100 മീറ്റർ അപ്പുറത്ത് ഒരു കെട്ടിടം, ഒരു മാടന്റെ കാവുണ്ട്. ആ കാവിന്റെ ഫ്രണ്ട് ഒരു കെട്ടിടത്തിൽ, ഇപ്പൊ അത് കാനറ ബാങ്കാണ്. അതിന്റെ പഴയ കെട്ടിടത്തിലാണ് ഞാൻ സ്ഥാപനം നടത്തിക്കൊണ്ടിരുന്നത്. അന്ന് ഞാൻ സർവീസ് കയറിയിട്ടില്ല. അപ്പൊ അവിടെ രോഗികൾ കിടപ്പുണ്ട്. രോഗികൾ കിടക്കുമ്പോ അവര് പറയും, ആ പുറയിലെ കതവില് ഭയങ്കര, അത് കാവിനോട് ചേർന്നാണ്, ഭയങ്കര ശബ്ദമാണ്, രാത്രി ആരോ വന്ന് ഇടിക്കുന്നുണ്ടെന്ന് പറയും. അപ്പൊ ഞാന് ഇവിടുന്നും ഒരു 5 കിലോമീറ്റർ പടിഞ്ഞാറാണ് എന്റെ വീട്. അപ്പൊ ഒരു ദിവസം ഞാൻ ഈ ഇടിക്കുന്നവനെ പിടിക്കാൻ വേണ്ടി ഞാൻ ആശുപത്രി തന്നെ നിന്നു. ഞാൻ 8 മണിയാകുമ്പോ അങ്ങ് പോവും, പിന്നെ രാവിലെ വരുള്ളൂ. അങ്ങനെയാണ് എന്റെ 7 മണിയാകുമ്പോഴത്തേ പോവും. എനിക്ക് അന്ന് മുതലേ ഈ കൊച്ചു അന്നും അല്ല, പണ്ട് മുതലേ എനിക്ക് ഈ സാധനാക്രമങ്ങളൊക്കെ തെറ്റാണെങ്കിലും അല്ലെങ്കിൽ അറിയാവുന്ന രൂപത്തിൽ ഞാൻ ചെയ്യുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ആയതുകൊണ്ട് കുറെ നേരത്തെ ഞാൻ പോവും. 7 മണിയാകുമ്പോഴത്തേക്ക് ഞാൻ പോവും. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഞാൻ ഇതെന്താ ആരാണ് ഇത് കാണിക്കുന്നത് വിചാരിച്ച് കണ്ടുപിടിക്കാനായിട്ട് ഞാൻ ആശുപത്രി നിന്നു. രാത്രി സ്റ്റാഫൊക്കെ ഉണ്ട്, പക്ഷെ അവർക്കെല്ലാം പേടി. ഈ കാവിന്റെ ഫ്രണ്ടില് അതുമായിട്ട് വല്ല ഭേദങ്ങളോ ആരെങ്കിലും. അക്കാലത്ത് ഇവിടെ നന്നായി വെള്ളമടിച്ച് റോഡിൽ ബഹളം ഉണ്ടാക്കുന്നവരുണ്ടായിരുന്നു. അപ്പൊ ഞാനൊരു വടിയുമായിട്ടൊക്കെ, ഒരു മരക്കമ്പുമായിട്ട് ഇങ്ങനെ ഇതിപ്പോ അവര് കിടക്കുന്ന രോഗികൾ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ഇടി തുടങ്ങി. അപ്പൊ ഞാൻ കേട്ടപ്പോഴും ഇടിക്കുന്നുണ്ട്, നല്ല ഭയങ്കര ഇടിയാണ്. അതായത് ചില ചില നാടുകളിലൊക്കെ ഈ തടി കൊണ്ട് വേറൊരു തടിയെ ഇടിച്ചിട്ട്, എല്ലാ നാടുകളിലും ഉണ്ട് ഈ ഉറപ്പിക്കുന്ന, അതുപോലെയുള്ള അതിഭയങ്കര ഇടിയാണ്. ഞാൻ അതിന് പുറകിൽ കൂടെ വടിയുമായിട്ട് ഇതിന്റെ ഈ വാതിലിന്റെ അവിടെ വന്നു. പുറകിലെ വാതിലിന്റെ അവിടെ വന്നപ്പോ ഒരാൾ ഇടിക്കുകയാണ്, ഈ കതവയിൽ ഇടിക്കുകയാണ്. ഞാൻ കൈ ഓങ്ങുന്ന കണ്ടപ്പോഴത്തേക്ക് ഇയാള് ഓടി. അപ്പൊ അത് കഴിഞ്ഞാൽ 3 മുറിയുടെ ഡിസ്റ്റൻസ് കഴിഞ്ഞാൽ റോഡിലോട്ട് ചാടുക. ഇയാള് റോഡിലോട്ട് ചാടി, ഞാനും കൂടെ ചാടി. പക്ഷെ എനിക്ക് അയാളെ അടിക്കാനും ഒന്നും പറ്റിയില്ല. ഇയാള് അതിനെതിരുള്ള റോഡിനെ ക്രോസ് ചെയ്തിട്ട് നേരെ കിഴക്കോട്ട് പോവാണ്. ഞാനും ആ റോഡ് ക്രോസ് ചെയ്തപ്പോഴത്തേക്ക് ഞാൻ ഒരു 10-30 അടി പാസ് ചെയ്യുമ്പോഴത്തേക്ക് ഇയാള് 150 അടിയാ പാസ് ചെയ്യുന്നത്. വളരെ ഡിസ്റ്റൻസിലാണ് ഇയാൾ പോയി. മാരത്തോൺ ഓട്ടമൊന്നും ഇത്രയും ഒക്കില്ല, അതുപോലെ സ്പീഡിലാണ് ഇയാൾ പോയത്. ഇയാളുടെ ഒരു കുള്ളനായ ഒരു മനുഷ്യൻ. അപ്പൊ ഞാനിതെല്ലാം കൂടെ വെച്ച് നോക്കിയപ്പോഴത്തേക്ക് ഇത് മാടനാണോ എന്ന് എനിക്കൊരു സംശയം.
അപ്പോഴത്തേക്ക് ഞാൻ റോഡിന് നടുക്ക് നിന്നു. ഇടാ, ഇത് മാടനാണെങ്കിൽ ഇവൻ ഉപദ്രവിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ തിരിച്ചു കയറി പോകുന്നു. പക്ഷെ പിന്നീട് ഈ ഏറിയയിൽ ആ മാടന്റെ ഉപദ്രവം ഉണ്ടായിട്ടില്ല. ആ ആശുപത്രിക്കെന്ന് മാത്രമല്ല, ഈ ഏറിയയിൽ, ഞാൻ അതിനടുത്താണ് ഞാൻ ഇപ്പൊ താമസിക്കുന്നത്, ഈ ഏറിയയിൽ മാടന്റെ ഉപദ്രവം ഉണ്ടായിട്ടില്ല. അങ്ങനെ മാടനുമായിട്ട് ഒരിക്കൽ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. എന്താണ് സാർ ഈ മാടൻ എന്ന് പറയുന്ന സംഭവം? ഏതാ ഒരു 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 അത് മാറ്റർ ഇല്ല, അതിന് മാറ്റർ ഇല്ല എന്ന് പറയാൻ പറ്റും. ഞാൻ കണ്ടതാണ് ഒരു മാറ്റർ ഉണ്ട്, പക്ഷെ നമ്മുടെ മാറ്റർ അല്ല. വടിയൊക്കെ പിടിച്ചിട്ടുണ്ട്. വടി പിടിച്ചിട്ടുണ്ട്, ഒരു വടിയുണ്ട്. അതിന് അതിൻ്റെതായ ഒരു മാറ്റർ ഉണ്ട്. അത് ഏത് മാറ്റർ, നമ്മുടെ നമ്മുടെ ഈ എർത്തിലി മാറ്റർ അല്ല. അതർ ദാൻ ഈ എർത്തിലി മാറ്റർ അല്ലാതെ മറ്റൊരു മാറ്റർ കൊണ്ടാണ് അവനെ നിർമ്മിച്ചിരിക്കുന്നത്. അതെന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ ഒരു മാറ്റർ ഉണ്ട്, ഒരു ഷേപ്പ് ഉണ്ട്, അവന്റെ കയ്യിൽ വടിയുണ്ട്. ഇടിച്ചപ്പോ നമുക്ക് നന്നായി പേടിയായി, ആൾക്കാർക്കും ഒക്കെ പേടിയുണ്ടായി. ഞാൻ കാണുന്ന ഒരു കറുത്ത കുറി, കറുത്ത കരി പോലെ കറുത്ത ഒരു രാത്രിലല്ലേ, അതുകൊണ്ട് നമ്മൾ ശരിക്കും മനസ്സിലായില്ല അവൻ എന്തുകൊണ്ടാണ് ഓടിയെന്ന് എനിക്കറിയില്ല. അവൻ ഈ സാധാരണ നമ്മൾ വടിയൊന്നും എടുത്ത് കാണിച്ചാലൊന്നും ഓടുന്നവനല്ല. വല്ല ഇരുമ്പോടിയൊക്കെയാണ് ചിലപ്പോൾ ഓടുമായിരിക്കും. ഇത് സാധാരണ തടി കൊണ്ടുള്ള വടിയാണ്. ഓടുന്നവനല്ല, ആക്രമിക്കുക ചെയ്യാറുള്ളത്. പക്ഷെ എന്നെ ആക്രമിച്ചില്ല. അതാണ് പിന്നെ എന്തുകൊണ്ട് ഓടി, പിന്നെ ഓടിക്കഴിഞ്ഞ് പിന്നെ ആ ഏരിയയിൽ വേറെ വന്നിട്ടില്ല എന്ന് പറയുമ്പോഴേ, ആ ഏരിയയിൽ വന്നിട്ടില്ല, അതിന് വേറെ കാര്യങ്ങളുണ്ട്, അത് ഞാൻ പറയുന്നില്ല എന്നുള്ളത് ഹൈഡ് ചെയ്യുന്നതാണ്. ഓക്കെ. അപ്പൊ ഇതുവരിൽ തന്നെ പല ടൈപ്പ് ഉണ്ട് അല്ലെ, പല വെറൈറ്റികളുണ്ട്. യക്ഷി, മാടൻ. ഞാന് യക്ഷിയെ കണ്ടിട്ടുണ്ട് ഒരിക്കല്. അത് വൈറ്റ് ആണ്. മനുഷ്യരുടെ കൂട്ട് തന്നെയൊക്കെ ഇരിക്കുകയാണ്. അവർക്കും വസ്ത്രമൊക്കെ ഉണ്ട്. അപ്പോ എന്നാൽ ഈ കണ്ട പാർട്ടിക്ക് വസ്ത്രമൊന്നുമില്ല, ഒരു കറുത്തൊരു കുറ്റിയാൻ. അത് ഒരു നിഴലാണ്, ബ്ലാക്ക് ആണ്. ഇവിടെ ഉണ്ടത് ഉണ്ടല്ലേ? നാട്ടുകാർ വിചാരിക്കും നമ്മുടെ നാട്ടിലേ ഉള്ളു ഇതെന്നൊക്കെ. അതൊന്നുമല്ല, ഇവിടെ ഇവരുടെ എല്ലാ കൗണ്ടർ പാർട്സ് ഇവിടെ ഉണ്ട്. ഇവരെല്ലാം വിശ്വസിക്കുന്നുമുണ്ട് രഹസ്യമായിട്ട്. നമ്മൾ വിശ്വസിക്കുമ്പോഴാണ് അത് അന്ധവിശ്വാസവും ഇതുമൊക്കെ ആകുന്നത്. ഇവര് അതൊക്കെ അന്ധവിശ്വാസമാണ് നമ്മളുടെ പറയുമെങ്കിലും ഇവര് സൈലന്റ് ആയിട്ട് ഇതിനെല്ലാം വിശ്വസിക്കും. അത് ഇവിടുത്തെ ആൾക്കാരും അങ്ങനെ തന്നെയാണ്, സൈലന്റ് ആയിട്ട് വിശ്വസിക്കുന്ന ആൾക്കാരാണ്. നമ്മുടെ ഹിന്ദുക്കളല്ലാത്ത മുസ്ലിങ്ങളും ക്രിസ്ത്യൻസും ഒക്കെ ഷാഡോ പീപ്പിൾ എന്നാ പറയുന്നത്. ഇപ്പൊ ഇവിടെ ഒരു എറി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്റെ ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ അപ്പുറം. അതായത് സന്ധ്യയായി കഴിഞ്ഞൊക്കെ വീടിനെറിയാണ്. ഇപ്പൊ നമ്മുടെ ഈ ചാത്തനാണെന്നാണ് ആൾക്കാർ വിശ്വസിക്കുന്നത്. ആരാണെന്ന് ഇപ്പോഴും പിടികിട്ടിട്ടില്ല. ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ അപ്പുറം, 2 കിലോമീറ്റർ, 1.5 കിലോമീറ്റർ, 2 കിലോമീറ്ററിനുള്ളിൽ സ്ഥിരമായിട്ടുണ്ട്. തുടങ്ങിയിട്ട് ഒരാഴ്ചയായി സ്ഥിരമായിട്ടുണ്ട്. ഞാൻ ഈ മീഡിയ വഴിയാണ് ഇത് കാണുന്നത്. അപ്പൊ ഇതൊക്കെ ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ, പക്ഷെ ഒരാളിനെ കാണാൻ ഇതുവരെ പോലീസ് വന്നിട്ടുണ്ട്. പോലീസ് അവർ കാവൽ നിൽക്കുന്നുണ്ട്. പക്ഷെ ആർക്കും കാണാൻ പറ്റിയിട്ടില്ല ഒരാളെ. എന്നാൽ ആ കഥകയിലൊക്കെ ഈ പാറ വന്ന് പതിച്ച ആ പാടുകളൊക്കെ വളരെ കട്ടിയായിട്ടാണ് കാണുന്നത്. നല്ല കട്ടി പാറകളാണ്. അത് മാത്രമല്ല, ഇത് അവിടെയുള്ള പാറയല്ല, അവിടെ ഈ വെള്ളപ്പാറയാണ് വന്ന് വീഴുന്നത്. അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് വന്ന് കഥവേലൊക്കെ മുട്ടി അല്ലെങ്കിൽ ഭിത്തിയെ മുട്ടിയാൽ അവിടെ പാട് കാണും. ആ അതിനുള്ള ഗ്രൗണ്ടിലുള്ള പാറയ്ക്കൊന്നും ഈ നിറമില്ലെന്നാ പറയുന്നത്. ഒന്നിട്ട് എവിടുന്നെങ്കിലും ആർക്കെങ്കിലും എടുത്തോണ്ട് വരികയാണ്. എന്നാലും പോലീസിന് എത്രത്തോളം അശ്രദ്ധമായിട്ടൊരു ഇതിനെ വാച്ച് ചെയ്യാം. പോലീസ് നിൽക്കുമ്പോൾ തന്നെയാണ് അവർ നിൽക്കുന്നതിന്റെ മറുവശത്ത് എറിയുണ്ടാകുന്നത്. അവര് നിൽക്കുന്ന വശത്ത് എറിയുണ്ടാകില്ല. അത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇന്ന് നടന്നോ ഇല്ലയെന്ന് അറിയില്ല. നാളെ ഇനിയും ഇത് നോക്കുമ്പോഴേ അറിയാൻ പറ്റും.